എൻ്റെ ഫോൺ, എൻ്റെ വാട്സപ്പ് ആരാണ്ട് ഹാക്ക് ചെയ്തു. കുറേ പേർക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നീ പൈസ ഒന്നും അയച്ചു കൊടുക്കല്ലേ എന്ന്. അമൃത സുരേഷിനെ നിങ്ങൾ എത്ര പേർക്കറിയാം? അമൃത സുരേഷ് ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഒരു 45,000 രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ബുദ്ധിപരമായ നീക്കം നമുക്ക് എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ബുദ്ധിപരമായ നീക്കമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. കൂടുതലായിട്ട് പിന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമൃത സുരേഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അമൃത സുരേഷിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിൽ വന്നിട്ട് അടിപൊളി വീഡിയോസ് അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇന്ന് അമൃത സുരേഷ് പുള്ളിക്കാരിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഈ അബദ്ധം കാരണം അമൃത സുരേഷിന് നഷ്ടപ്പെട്ടത് 45,000 എന്ന തുകയാണ്. അപ്പോൾ അബദ്ധം എന്താണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നില്ല, നേരെ പോകാം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ മറക്കല്ല കേട്ടോ, ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അമൃത പറയുന്നത് കേൾക്കാം. ഒരു ദിവസം എൻ്റെ ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ബിന്ദു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര പൊക്കമുള്ള ഒരു ചേച്ചി. ബിന്ദു ചേച്ചിയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണ്. എനിക്ക് വാട്സപ്പിൽ കേട്ടോ. അതായത് ഇപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സ് അല്ലേ, അപ്പം പെട്ടെന്ന് ഇപ്പോൾ അയ്യോ ഈ സാധനം എന്താ തലകുത്തിക്കണം. അപ്പം ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്, എനിക്ക് ഒരു 45,000 റുപ്പീസ് വേണം, എമർജൻസിയാണ്, എൻ്റെ UPI എന്തോ പ്രശ്നമുണ്ട്, ഈ നമ്പർ. ഇത് നമുക്ക് ഈ പ്രശ്നമൊന്നും വരത്തില്ല. ഇവരുടെ 45,000 രൂപ ആരും അടിച്ചു പോയ കാര്യം പറയുന്നേ. നമ്മുടെ ഈ 45,000 പോയിട്ട് 45 രൂപയില്ല. നമ്മളെ അടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെ ഒരുത്തം വിളിച്ചിട്ട് അളിയ ഒരു 45,000 രൂപ സ്കാം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് 5,000 രൂപ അവന് ഇങ്ങോട്ട് ഇട്ട് തരും. അതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ അവസ്ഥ. ആ 5,000 രൂപയാണ് മിനിമം ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാതെ ബാങ്കുകാർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇത് ബാധിക്കുന്ന പ്രശ്നമല്ല. 45,000 അമ്മക്ക് 40, എന്നാലും നമുക്ക് കേൾക്കാം പറഞ്ഞിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ആ സമയത്ത് കറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ 40,000-45,000 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് വരാം. അപ്പം ഞാൻ ഒന്നാമത് സ്റ്റുഡിയോയിലുമാണ്. എന്നിട്ട് ചേച്ചി പറഞ്ഞു, ഒന്നാമത്തെ കേസ് നമ്മളെ വിളിച്ചിട്ട് ഒരു 45,000 രൂപ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പോക്കറ്റും എടുത്ത് അവനെ എന്ന് കാണിക്കാനേ പറ്റത്തുള്ളൂ. എനിക്കറിയത്തില്ല എൻ്റെ ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർ അക്കൗണ്ടിൽ 45,000 രൂപ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എൻ്റെ അക്കൗണ്ടിൽ 45,000 വിട്ട് 45 ഉലുവ എടുക്കാനില്ല. എന്നെ ഇങ്ങനെ സ്കാം ചെയ്യാൻ വിളിക്കുന്നവൻ ചമ്മി നാറി കിടന്ന് എഴയവൻ, വൃത്തികെട്ടവൻ. 1 മണിക്കൂറിൽ ഇട്ട് തരാമെന്ന്. അപ്പം ചേച്ചി, ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ, ഞാനും അബി ആണെങ്കിലും ഇപ്പോൾ ചേച്ചി ആണെങ്കിലും ഒക്കെ നമ്മൾ എന്താ പറയുക, എമർജൻസി ആയിട്ട് വല്ല കടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പൈസ ഇടുക, ഞാൻ ഇപ്പം തന്നെ ഇടാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇടുകയും ചെയ്യും. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്ക് ഇന്ന് EMI കട്ടുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഞാൻ 1 അവറിൽ വേഗം തന്നെ അയക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിനകത്ത് മറ്റൊരു പ്രശ്നം, ഈ ഇവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നവർ, അതായത് ഇവരൊക്കെ വലിയ സ്റ്റാൻഡേർഡ് ടീംസാണ്. ഇവരോട് സംസാരിക്കുന്നവർ പ്ലീസ് സെൻഡ് 45,000 ഇമ്മീഡിയറ്റ്ലി അർജൻറ്റ് എന്നായിരിക്കും മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമുക്കൊരു മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ നമുക്കൊരു മെസ്സേജ് അയക്കുന്നു, പ്ലീസ് സെൻഡ് 45,000 എമർജി. അപ്പോഴേ പറയാം, ഡാ സ്കാമാ പോടാ ക്യാമറ എന്ന് പറയും. നമ്മളെങ്ങനെ ഇരിക്കുന്നത്, അളിയടാ ഒരു 5,000 രൂപ ഇങ്ങോട്ട് അയച്ചാ. മലയാളത്തിലേ ചോദിക്കൂ. ഈ സ്കാം ചെയ്യുന്നത് കൂടുതൽ ഹിന്ദിക്കാരന്മാരായിരിക്കും. പക്ഷേ ഇവിടെ മോശമൊന്നുമല്ല. എന്നിരുന്നാലും ഇതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ലെന്നേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കാണാറില്ല. പൈസ ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് ഒരാൾ ചോദിക്കുന്നെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പൊക്കും ഇംഗ്ലീഷ് പൊടപ്പടപ്പട എന്ന് പറഞ്ഞ് നമ്മൾ വിടത്തേ ഉള്ളൂ. സോ ഇതൊന്നും നമുക്ക് പോസിബിൾ അല്ല. എന്നാലും നമ്മുടെ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ പൈസ പോയെന്നൊക്കെ പറയും കേട്ടോ. അതാണ് മെയിൻ സംഭവം. സ്റ്റുഡിയോയിലായതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ UPI വർക്ക് ചെയ്യണില്ല, ഈ ഒരു ID-യിലോട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പം തന്നെ പൈസ 45,000 അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട്. ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് 45,000 രൂപ തരണം, പോട്ട് ഒരു 10,000 രൂപ തരണമെന്ന് പറഞ്ഞാൽ തരാൻ പാങ്ങുള്ള എത്ര സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്ക്? ദരിദ്രവാസം ഞാൻ മാത്രമേ ഉള്ളൂ? അല്ല, നിങ്ങൾ ഉണ്ടല്ലേ? ഇല്ലേ? ഇല്ല. അയച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ചിരിച്ചിരിക്കുന്ന ഒരു സെൽഫി അയച്ചു കൊടുത്തു. സെൽഫിയിലാണ് അവരുടെ ചിരി. സംഭവം ഇതാണ്, ഇവരുടെ ഏതൊരു കസിൻ സിസ്റ്റർ 45,000 രൂപ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. 45,000 രൂപ സ്പോട്ടി അങ്ങ് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തതിന് ശേഷം അവർ വീണ്ടും ഒരു 35,000 റുപ്പീസും കൂടെ ചോദിച്ചു. ആ 35,000 റുപ്പീസ് ചോദിച്ചപ്പോഴത്തേനും അവരെ വിളിച്ച് നോക്കി. വീഡിയോ കോൾ ചെയ്തപ്പോൾ അവർ കട്ട് ചെയ്തു. നോർമൽ കോൾ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നളിയാ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞു. ആ പറയുന്നതോടെ നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് നേരം പറയാം. ഞാൻ വേഗം തന്നെ ചേച്ചിനെ വീഡിയോ കോൾ വിളിച്ചു. എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല അയക്കാൻ. ഞാൻ തന്നെ അപ്പം തന്നെ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്കും വീഡിയോ കോൾ കട്ട് ചെയ്തു. അപ്പം ഞാൻ വേഗം ചേച്ചിനെ നോർമൽ കോൾ വിളിച്ചു.
നോർമൽ കോൾ വിളിച്ചപ്പോൾ ചേച്ചി അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. അമ്മൂ എൻ്റെ ഫോൺ എൻ്റെ വാട്സപ്പ് ആരാണ്ട് ഹാക്ക് ചെയ്തു, കുറേ പേർക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നീ പൈസ ഒന്നും അയച്ചു കൊടുക്കല്ലേ എന്ന്. അപ്പോഴത്തേക്കും എന്തായി, കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സെൽഫിയും പോയി. അപ്പം ആക്ച്വലി ഇപ്പൊ ഇതിന്റെ പുറകിലുള്ള ആക്ച്വൽ സംഭവം എന്താണ് ചേച്ചി വിളിച്ച് സംസാരിച്ചത്? ആക്ച്വലി ഹാക്ക് നടന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിന്ദു ചേച്ചി എന്തോ ഒരു കൊറിയർ ബുക്കിംഗ്, ഇത് വാട്സപ്പ് ഹാക്ക് ചെയ്യുക. വാട്സപ്പ് ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ആക്സസ് കൊടുക്കുകയോ പെർമിഷൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ വാട്സപ്പ് അവന്മാർക്ക് എടുക്കാൻ പറ്റുന്നത്. അത് രണ്ട് തരത്തിലെടുക്കാം. ഒന്ന് നമ്മുടെ വാട്സപ്പിൻ്റെ റിപ്ലിക്ക എടുക്കാം, അതായത് നമ്മുടെ വാട്സപ്പ് എന്താണോ അത് അതേപോലെ അവന്മാർക്ക് കാണുന്നവർ എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് അടിച്ചു ഗൈസ് അവരുടെ ഫോണിൽ കിട്ടും. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് മെസ്സേജ് വരുമോ SMS വരുമ്പോഴല്ലേ നമ്മൾ ഈ കണ അടിച്ചിട്ട് ഓതൻറ്റിക്കേഷൻ കൊടുത്ത് കയറുന്നത്. ഇത് നേരെ അവർക്ക് പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും 2 സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ ഓൺ ആക്കി വെക്കുക കേട്ടോ. ചെയ്തിട്ടുണ്ടായിരുന്നു, കൊറിയർ വരാനുണ്ടായിരുന്നു, എന്തോ ഒരു ഹോം ഡെലിവറി സാധനം വരാനുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി വർക്ക് ചെയ്യുന്നതിന്റെ മുറ്റത്ത് കൊണ്ടേ സാധാരണ കൊടുക്കാറില്ല. അപ്പൊ കുറച്ച് അപ്പുറത്തോട്ട് നിന്നിട്ട് സാധാരണ ഡെലിവറി ബോയ് വിളിച്ചിട്ട് ഈ ലൊക്കേഷൻ വന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കൊണ്ട് കൊടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ ഷി വാസ് ഓൾറെഡി എക്സ്പെക്ടിങ് എ പാർസൽ. അപ്പൊ അതിന്റെ കോളാന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി ഫോൺ എടുത്തിട്ട് ഇന്ന നമ്പർ കണ്ട, ഷി വാസ് ഓൾറെഡി എക്സ്പെക്ടിങ് എ പാഴ്സൽ. നമ്മളങ്ങനെ പറയുമോ? ലാഭം ഒരു പാഴ്സൽ നോക്കി അവിടെ ഇപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൻ ഒരു മെസ്സേജ് വന്ന് ഓൻ അതങ്ങ് പറഞ്ഞു കൊടുത്ത്. ഇങ്ങനെ നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഇംഗ്ലീഷിലുള്ള ചോദ്യത്തിലൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. എന്നാലും ബാധിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ജനറൽ നോളജ് ആവുമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ എതിർത്ത് പറയുന്നത്. കറക്റ്റായിട്ട് കേട്ടോണേ. ലേക്ക് ഒന്ന് തിരിച്ച് വിളിക്കാമോ, എന്നിട്ട് കറക്റ്റ് അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അല്ല, ലൊക്കേഷൻ അയച്ചുതരാൻ അല്ല, തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞ ഡെലിവറി ബോയ് അവിടെ എത്തിയിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അതൊക്കെ തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. പക്ഷെ പിഞ്ചേച്ചി ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്പറിന്റെ അടുത്തൊരു സ്റ്റാർ ഉണ്ടായിരുന്നു. ആയതിനാൽ അതിനെന്താണ് പ്രത്യേകത, എന്താണ് സ്റ്റാർ വരുന്നുണ്ട്? എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുമോ? എന്താ നമ്പറിന്റെ അറ്റത്തൊരു സ്റ്റാർ ഉള്ളത്, എന്താണ് ഗുണമുള്ളത്? മറ്റേ ആഷ് സ്റ്റാർ ഒക്കെ ഇല്ലേ, അതുപോലെ സ്റ്റാർ ആണ്. പക്ഷെ ആ സമയത്ത് എന്തോ വർക്കിന്റെ ഇടയിലായതുകൊണ്ട് പുള്ളിക്കാരി അത് ശ്രദ്ധിച്ചില്ല. കാരണം ഷീ വാസ് ഓൾറെഡി എക്സ്പെക്ടിങ് ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അങ്ങനെ ഡെലിവറി ബോയ് അങ്ങോട്ട് വിളിച്ചിട്ട് ലൊക്കേഷൻ ഇട്ട് കൊടുക്കണം നടക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ ചെയ്തപ്പോഴത്തേക്കും ആ നമ്പർ കോൾ ഫോർവേഡ് ആയി. അപ്പൊ ആ നമ്പർ കോൾ ഫോർവേഡ് ആയപ്പോൾ നമ്മൾ വേറൊരു ഫോണിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് മറ്റേ പേഡ് ഫോൺ പോലെ ആഡ് ചെയ്യാൻ നോക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒതന്റിക്കേഷൻ കോൾ ത്രൂ ചെയ്യാൻ പറ്റും. അപ്പൊ കോൾ ഫോർവേഡ് ഇത്ര ഡീറ്റെയിൽ ഒന്നും എനിക്കറിയാം. ഇതാണിത്. ആക്ച്വലി സ്കാമിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ. നീ അതിന്റെ ആക്ച്വൽ നടക്കുന്ന സംഭവം മനസ്സിലായല്ലോ. അതായത് ഇവരുടെ ആദ്യം ഫോൺ ഹാക്ക് ചെയ്ത് ഇവരുടെ ഫോണിൽ വരുന്ന കോള് അവരുടെ ഒരു നമ്പറിലേക്ക് കോൾ ഫോർവേഡ് ചെയ്തു. ഈ കോൾ ഫോർവേഡ് ചെയ്യാനായിട്ടാണ് ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ പറഞ്ഞത്. ശേഷം ഇവരുടെ വാട്സപ്പ് അവിടെ എടുത്തു, അതിൻ്റെ ഓതന്റിക്കേഷൻ മെസ്സേജ് അല്ലെങ്കിൽ കോൾ വരുന്ന പോലെ ആക്കി അത് അങ്ങോട്ടേക്കാക്കി. അപ്പോൾ അവൻ ഓതന്റിക്കേറ്റ് ചെയ്ത് വാട്സപ്പിൽ അവൻ കയറി ഈ ചാറ്റിൽ എല്ലാവർക്കും ചെന്നിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഇത്ര രൂപ വേണം അയച്ചു എന്ന് പറഞ്ഞ് അയച്ചു മേടിക്കുന്നു. ഈ അയച്ച് മേടിക്കുന്നവർ 2 തരത്തിൽ അയച്ചു മേടിക്കാറുണ്ട്. ഒന്ന്, ഇവരുടെ ഓൺ അക്കൗണ്ടിലേക്ക് ഇവർ വാങ്ങില്ല. ഇവരൊന്നെങ്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് അതിലേക്ക് വാങ്ങും. അല്ലെങ്കിൽ മറ്റ് ഇപ്പം നമ്മളെപ്പോലെ ദരിദ്രവാസികളായ ഒരുത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ അക്കൗണ്ട് എനിക്ക് ഒരു മാസത്തേക്ക് വേണം, 25,000 രൂപ വരും, 5,000 രൂപ നിനക്ക് തരുമെന്ന് പറയുമ്പോഴത്തേനും സാധാരണക്കാരായ ജനങ്ങൾ കുറേ പേര് ഇതിനെ സമ്മതിക്കും. അങ്ങനെ ഒരു അക്കൗണ്ട് കൊടുക്കും. ഈ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഇവർ ഓൺ ദ സ്പോട്ടിൽ മാറ്റും. ഇല്ലെങ്കിൽ ഇത് ഡെബിറ്റ് ഫ്രീസ് ആവും. അതായത് ഇതിനകത്തേക്ക് പൈസ വരും, വന്ന പൈസ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് ആ പ്രശ്നമായിരിക്കും വേണ്ടി ഇവന്മാർ വരും, അപ്പോഴും സ്പോട്ടിൽ തന്നെ ഈ സാധനം വിഡ്രോ ചെയ്തുകൊണ്ടങ്ങ് പോകും. ഇതിൻ്റെ പിന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ പിടിക്കും. പക്ഷെ അത്രയും വള്ളിയുടെ പുറകിലൊക്കെ പോയി ഉമ്മരെയൊക്കെ പിടിക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെയൊക്കെ പൈസ പോയാൽ അല്ലേ ഗോവിന്ദ പറഞ്ഞുകൊണ്ടിരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. സോ ഇത്തരത്തിലുള്ള കോളുകളൊക്കെ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സൈബറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നു ഓൺ ദ സ്പോട്ടിൽ തന്നെ ഫോൺ എടുക്കുക, 1903 നിങ്ങൾ അങ്ങോട്ട് ഡയൽ ചെയ്യുക. ഡയൽ ചെയ്യുമ്പോൾ അപ്പുറത്തെ ഒരു സൈബർ ഓഫീസർ ഫോൺ എടുക്കും. അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുക, സംഭവം പറഞ്ഞു കൊടുക്കുക. അവരപ്പോൾ തന്നെ സൊല്യൂഷൻ പറയും. നേരെ പരിപാടി ചെയ്താൽ മതി എന്ന് പറയും. ആ സാധനം നിങ്ങൾ അതേപോലെ ചെയ്യുക. കംപ്ലൈൻ്റ് ആയിട്ടുള്ള മെയിലും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ ഈ സ്കാം കുറേ നാളുകൾ കൊണ്ടേ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ സാധനം കണ്ടിന്യൂ ആയിക്കൊണ്ടേ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ വാട്സപ്പ് ഇങ്ങനെ എടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ AI വളർച്ച എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നുണ്ടല്ലോ. AI വളരെ നാച്ചുറലായിട്ട് ഒരു രൂപത്തെ ഉണ്ടാക്കുന്നു, മനുഷ്യനെ ഉണ്ടാക്കുന്നു, ഡ്രാഗൺ കുഞ്ഞിനെ എടുത്തിട്ട് താലാട്ട് പാട്ട് പാടുന്ന സാധനമൊക്കെ ഉണ്ടാക്കുന്നു. സോ ഈ AI വെച്ചിട്ട് സൗണ്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ട്, നരേന്ദ്രമോദി പാടുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ വീഡിയോ കോൾ ചെയ്താലും ആ പേഴ്സൺ ആരാണോ അയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ AI വെച്ചിട്ട് നമ്മളെ സ്കാം ചെയ്യാൻ പറ്റും. നമ്മളുടെ സൗണ്ട് വിളിച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഈ സൗണ്ട് പ്രകാരവും നമുക്ക് AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. AI എന്തോരം ഡേഞ്ചർ ആണെന്നും കൂടെ നമ്മൾ ഈ സാഹചര്യത്തിൽ ചിന്തിക്കണം. അപ്പോൾ ഒരുത്തം വിളിച്ച് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല എന്നൊരു അനാലിസിസിലെത്തുക. നമ്മളുടെ കൊടുക്കാനില്ല, നമ്മൾ വല്ലവരോടും ചോദിക്കാറേ ഉള്ളൂ, അവനും തരാറില്ല. മൊത്തത്തിൽ നമ്മളുടെ പൈസ ഇല്ല. നമ്മളിങ്ങനെ 3G അടിച്ച് ജിഞ്ചർ അടിച്ചിരിക്കുന്നത് നമുക്കൊന്നും ഒരു ബാധകമേ ഇല്ല. ഏതായാലും ഈ ഇൻഫർമേഷൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ 1903 സേവ് ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരാം.